മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം വരെ ആയിട്ടുള്ളൂ. നമ്മൾ എത്ര വർഷമെടുക്കും നമ്മളിത് പഠിച്ചു തീരാൻ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, ദുഷ്ടനെ എതിർക്കരുത്. വലതുകരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ ജെറോം പിതാവ് പറഞ്ഞതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. സിദ്ധാന്തം എന്ന് പറയുന്ന വാക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡോക്ട്രൈൻ ആണ്. ഡോക്ട്രൈൻ. ബട്ട് it may be understood of the wealth of doctrine, wealth which never fails, but the more of it is given away, the more it abounds. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വെൽത്ത് ഓഫ് ഡോക്ട്രിൻ, സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. അപ്പൊ ഇതാണ് ഞാനിപ്പോ പറയുമ്പോൾ കുറച്ചുകൂടി വിശദമാക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. എൻ്റെ ആത്മാവിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളതിൻ്റെ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ അതിൻ്റെ ക്വാളിറ്റിയിലും ജീവിത ബന്ധിയിലുമാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ബൈബിള് പഠിക്കുന്നത് ചുമ്മാ അത് ഇത്ര അധ്യായം പഠിച്ചു തീർക്കാൻ, ഇത്ര അധ്യായം വായിച്ചു തീർക്കാൻ, ഇത്ര മണിക്കൂർ കൊണ്ട് ഇത് തീർക്കാൻ, ഇങ്ങനെയല്ല നമ്മളിവിടുത്തെ സിദ്ധാന്തം. നമ്മൾ അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് ചൂഴ്ന്നിറങ്ങണം. അപ്പം ഡോക്ട്രിൻ, ഇറ്റ് മേ ബി അണ്ടർസ്റ്റുഡ് ദ വെൽത്ത് ഓഫ് ഡോക്ട്രിൻ. വെൽത്ത് ഓഫ് ഡോക്ട്രിൻ, ക്രിസ്തുവിന്റെ സിദ്ധാന്തത്തിന്റെ ആ വലിയ വില മനസ്സിലാകണം. ക്രിസ്തുവിന്റെ സിദ്ധാന്തം, ക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ പ്രബോധനം എന്ന് പറയായിരിക്കും കുറച്ചുകൂടി എളുപ്പം. സിദ്ധാന്തം, ഡോക്ട്രിൻ, പ്രബോധനം. ക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ സമ്പത്ത് മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ അനശ്വരത മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ ഒരു വാക്കിൽ അടങ്ങിയിരിക്കുന്ന വലിയ നിധി മനസ്സിലാക്കണം. ഒരു വാക്ക്, ഒരു വാക്ക്, ഒരു വാക്ക്. അതാണ് കുർബാനയില് നമ്മൾ പറയുന്നുണ്ടല്ലോ, കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, എന്നാൽ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്താണ് ആ ഒരു വാക്കിന്റെ അകത്ത്? ദൈവമുണ്ട്. ആരുടെ വാക്കാണെങ്കിൽ? ഈശോ പറഞ്ഞിരിക്കുന്ന വാക്കാണെങ്കിൽ. ഈശോ പറഞ്ഞിരിക്കുന്ന വാക്കാണെങ്കിൽ അതാണ്. ഈശോ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കിന്റെ അകത്തും സൈദ്ധാന്തികമായ, ഡോക്ട്രൈനലായ വലിയ നിധി അടങ്ങിയിരിക്കുന്നു. അതിനെ നമ്മൾ ചൂഴ്ന്ന് 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 അതിന്റെ ഉള്ളിലേക്ക് കടക്കണം. അതിന്റെ ഉള്ളിലേക്ക് കടക്കണം. അതാണ് ഒരിക്കലും തീരാത്ത സമ്പത്താണത്. ഒരിക്കലും തീരാത്ത സമ്പത്താണത്. മദർ തെരേസ ഈശോ പറഞ്ഞ ഒരു വാക്ക് കേട്ടു. എന്താ ഈശോ പറഞ്ഞത്? എനിക്ക് ദാഹിക്കുന്നു. അതൊറ്റ കാര്യമാണ്, ആ ഒറ്റ വാക്ക്. എനിക്ക് ദാഹിക്കുന്നു എന്ന ആ വാക്കിൽ നിന്നും ആണ് ഈ മദർ തെരേസയുടെ ജീവിതം മുഴുവനും മാറിയത്. എന്തിനു വേണ്ടി മാറി? അവർക്ക് വലിയ നേട്ടമുണ്ടാകാൻ വേണ്ടിയല്ല, ലോകത്തിന് മുഴുവനും നേട്ടമുണ്ടാകാൻ വേണ്ടി, ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാകാൻ വേണ്ടി. എല്ലാവരും വലിച്ചെറിയുന്ന കടപ്പെടുന്ന സംസ്കാരത്തിലേക്കാണ്. വലിച്ചെറിയുക, ത്രോ ദം ഔട്ട്. അവർ യൂസ്ലെസ് ആണ്, അവർ ഉപയോഗമില്ല, അവർക്ക് അശുദ്ധിയാണ്, അവർ രോഗിയാണ്, അവർ കുഷ്ഠരോഗിയാണ്, അവരെ തൊട്ടുപോകരുത്, അല്ലെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളാണ്, അവരെ മാറ്റി നിർത്തുക. ഈ സിദ്ധാന്തമല്ല യേശുവിന്റെ സിദ്ധാന്തം. അതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്, ഡോക്ട്രിൻ, സിദ്ധാന്തം. അപ്പോൾ മദർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണു. കണ്ടോ, സമൂഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വളരെ വലിയ ആളുകളൊക്കെ പഠിക്കുന്ന സ്കൂളാണ്, പിള്ളേരെ പഠിക്കുന്ന സ്കൂൾ. അപ്പോൾ കർത്താവ് പറയാണ്, ആ മതിലിനപ്പുറത്ത് കിടക്കുന്ന ചാളയിൽ കിടക്കുന്ന സാധാരണ മനുഷ്യര് അവരെന്റെ മക്കളല്ലേ? ആ സ്ലംസിലും ആ ഓടയിലും വലിച്ചെറിയപ്പെട്ട് കിടക്കുന്ന കുഷ്ഠരോഗികൾ എന്റെ മക്കളല്ലേ? അവരുടെ അടുത്തേക്ക് നീ പോയില്ലേ? നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യില്ലേ? ഓ, മദറിന് പിന്നെ അവിടെ ഇരുന്നിട്ട് പൊറുതി കിട്ടുന്നില്ല. യെസ് ലോർഡ്,
യെസ്, ഐ ഷാൽ ഡു ഇറ്റ് കേട്ടോ. ഒരു മിഷനറി സ്കൂൾ ടീച്ചറായിട്ട് വന്ന ആ കന്യാസ്ത്രീയുടെ ജീവിതത്തെ അവിടുന്ന് പറിച്ചു നടുന്നു. അവിടുന്ന് വിളിക്കുള്ളിൽ വിളി കൊടുക്കുന്നു, പുതിയ വിളി കൊടുക്കുന്നു. ലോകം മുഴുവനെയും തകിടം മറിക്കുന്ന ഒരു വിളി. അവിടുന്ന് നോബൽ പ്രൈസ് വരെ കിട്ടി. അപ്പോൾ സമൂഹം അതിനെ ബഹുമാനിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും അതിനെ സ്വീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം അത് ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തു ലോകത്തിന് വേണ്ടിയാണ് വന്നത്. ക്രിസ്തുവിനെ ലോകം ബഹുമാനിക്കുമെന്നതിൻ്റെ ഒരടയാളമാണത്. പക്ഷെ ഡോക്ട്രിനാണ്, ഡോക്ട്രിൻ. മതർ എല്ലാ ജാതി മതസ്ഥരുടെ അടുത്തും പോകുന്നുണ്ട്, എല്ലാ ജാതി മതസ്ഥരെയും സ്വീകരിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ ഡോക്ട്രിൻ, സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കാമെന്ന് പറയുന്നതിന് ഉദാഹരണം ഞാൻ ഈ പറഞ്ഞതാണ്. ക്രിസ്തു സിദ്ധാന്തം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യത്തിന്റെ കിടപ്പ്, അല്ല. ക്രിസ്തു സിദ്ധാന്തത്തിന്റെ അകത്തേക്ക് നമ്മൾ വരുമ്പോൾ മലമുകളിൽ നിന്ന് താഴോട്ട് വരൂ എന്നാ പറയണേ. ലോകത്തിലും മനുഷ്യരുടെയും അവരെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന, ശത്രുത അകറ്റുന്ന, വൈരാഗ്യം അകറ്റുന്ന സ്നേഹത്തിന്റെ വലിയ ഒരു സിദ്ധാന്തമാണ്. ദുഷ്ടനെ എതിർക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ മുന്നോട്ട് പോകാം. അടുത്തത് വിശുദ്ധ അഗസ്തീനോസ്. വായ്പ വാങ്ങാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്ന് അവിടെ നിന്ന് കൽപ്പിക്കുന്നു. ഇത് മനസ്സിനെ പരാമർശിക്കുന്നതായി കരുതണം. എന്തെന്നാൽ സന്തോഷപൂർവം കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 9:7. ദാരിദ്ര്യത്തിന്റെ ദൈവശാസ്ത്രം മാർപ്പാപ്പയുടെ പ്രസംഗമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. നമ്മൾ വിചാരിക്കും ദരിദ്രര് ഒന്നുമില്ലാത്തവരാണ്, പക്ഷേ അവർ ദരിദ്രരായതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ വലിയ സമ്പത്ത് അവരിലുണ്ടെന്നുള്ളതാണ് ആ ദൈവശാസ്ത്രം. അതാണ്. അപ്പൊ നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ഭൗതിക സമ്പത്ത് കൊണ്ട് അവരെ സഹായിക്കുമ്പോ, നീ ചെറിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് വേണ്ടിയാണ്. അതാണ് അതിന്റെ ദൈവശാസ്ത്രം. അപ്പോൾ നമ്മൾ ആ ദാരിദ്ര്യത്തിൽ പങ്കാളിയാകുമ്പോ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർ ദൈവരാജ്യം അവരുടേതാണ്. അപ്പോഴാണ് ആ ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് പൂർണ്ണമായിട്ടുണ്ടാകുന്നത്. കൊരിന്ത്യസിലെ സഭയിൽ ഒരുപാട് പേർക്ക് ധനസമ്പത്തുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജെറുസലേമിൽ അവർ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. പക്ഷെ ജെറുസലേമിലെ സഭയിൽ അവർ വിശ്വാസത്തിലും വചനത്തിലും എല്ലാം മുന്നോട്ട് നിന്നിരുന്നു. അതാണ് അവരുടെ സമ്പത്ത്. അങ്ങനെ ഭൗതികമായ സമ്പത്തുള്ളവർ അതില്ലാത്തവരെ സഹായിക്കുമ്പോൾ അവിടെ ഒരു ക്രയവിക്രയം നടക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ ദൈവശാസ്ത്രം. അപ്പോൾ ഇവിടെ ആ ദാരിദ്ര്യത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ വലിയ രഹസ്യമാണ് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത്. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ ജോൺ ക്രിസോസ്റ്റം പിതാവ് പറഞ്ഞത് 2 ദിവസം മുമ്പ് കേട്ട് ഷോക്കടിച്ചിരിക്കുകയാണ്. എന്താ? സമ്പത്ത് നമ്മുടേതല്ല, സ്വത്ത് നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവം നമ്മെ അവിടുത്തെ സ്വത്തിന്റെ നടത്തിപ്പുകാരായ നിയമിച്ചു, ഉടമസ്ഥരായിട്ടല്ല. ഇത് സ്വീകരിക്കാൻ പറ്റുന്നവര്. അതുകൊണ്ടാണ് ഈശോ ചിലതെല്ലാം പറഞ്ഞിട്ട് പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഗുണം. ഞാനത് പറയാനായിട്ട് വേറൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു നല്ല വളർച്ചാധ്യാനമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കൂടുതൽ നിറവിനും അഭിഷേകത്തിനും വേണ്ടിയുള്ള ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിന്റെ അവസാനത്തെ അഭിഷേക പ്രാർത്ഥന അതിഭയങ്കരമായിരുന്നു. എല്ലാവരും ആത്മാവിന്റെ ലഹരിയിൽ ആറാടുന്നൊരു അനുഭവമായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ആളുകളെല്ലാം പെട്ടി പാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എല്ലാവരും യാത്ര പറയാൻ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ ഹാളിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരു സഹോദരി വന്നിട്ട് പറയാണ്, എൻ്റെ ബ്രദറെ, ഈ പെട്ടിയുമെടുത്ത് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതോടുകൂടി എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. എന്തോ ഒരു അഭിഷേകം, സന്തോഷമായിരുന്നു, അതൊക്കെ എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നൽകുന്നത് അങ്ങനെ പോകുന്ന കാര്യമല്ലല്ലോ. അപ്പോ ബ്രദർ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് വയ്യ, ഞാൻ പോകില്ല. ഞാൻ പറഞ്ഞു, പോകാതിരുന്ന ഇവിടെ നിൽക്കാൻ പറ്റുമെന്നില്ല, ധ്യാന കേന്ദ്രമാണ്. ഇവിടെ ധ്യാനം കഴിഞ്ഞ് ഇവിടെ പോകണം, അടുത്ത ധ്യാനത്തിന് ആൾക്കാർ വരും.
എനിക്ക് പോകാനേ തോന്നുന്നില്ല. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് വീട്ടിൽ എങ്ങനെയാ, നിന്റെ സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം സമ്പത്തും സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? എൻ്റെ ബ്രദറെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. അപ്പോൾ ഉടനെ എന്നോട് കർത്താവ് പറയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവളുടെ അഭിഷേകം, അവർക്കൊരു അഭിഷേകം തോന്നണില്ല, അവൾക്ക് ആ സന്തോഷം തോന്നണില്ല. ഇത്രയും സമയവും അവൾക്കുണ്ടായിരുന്ന ആത്മീയ നിർവൃതിയൊക്കെ പോയ മട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ സമ്പത്തെല്ലാം, ഞാനിപ്പോൾ അത് ശരിക്കും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുകയാണ്, ഈ സമ്പത്തെല്ലാം ആരുടെയാ? ഞങ്ങളുടെ സ്വന്തമാണതൊക്കെ. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് അതിനോട് പറഞ്ഞത്, മോളെ നീ അങ്ങനെ ചിന്തിക്കാതെ അത് സത്യമല്ലേ, ഇത് ഞങ്ങളുടെ സമ്പത്തല്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഈ അഭിഷേകം. ഈ സമ്പത്തെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഈ സമ്പത്തെല്ലാം ദൈവത്തിൻ്റെതാണ്. പക്ഷെ നിങ്ങൾ അനുഭവിച്ചോന്നേ, കാരണം നമ്മളൊന്നും ഇത് കൊണ്ടുപോകാൻ പോണില്ല. നിന്റേതാണെങ്കിൽ നീ മരിക്കുമ്പോൾ കൊണ്ടുപോകുമോ ഇത്? അപ്പോൾ അവൾ പെട്ടെന്ന് ഒരു ചിന്തയിലേക്ക് വന്നു. അത് ശരിയാണല്ലോ, കുറച്ചുകൂടി ചിന്തിക്കണത് കണ്ടു. ഞാനിപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ കുറേ ദിവസം 4-7 നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഈ വചനമൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ ഞാൻ പറയാണ്. ഞാൻ അവളോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്നൊന്ന് ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കൂ. നീ ഭൂമിയെ വിട്ടു പോകേണ്ടി വരും, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു നാൾ നീ ഇവിടെ നിന്ന് വിട്ടു പോകും. ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച ഉടനെ അവർക്ക് സന്തോഷം തിരിച്ചു വന്നു. പ്രൈസ് ദ ലോർഡ്. അഭിഷേകം തിരിച്ചു വന്നു. അഭിഷേകം നമ്മളിലുണ്ട്. നമ്മുടെ അഭിഷേകം പോകുന്നില്ല, പക്ഷെ അഭിഷേകം നമുക്ക് അഭിഷേകമാകുന്നില്ല. ആ അഭിഷേകത്തെ ഞെരുക്കുകയാണ്. ഞെരുക്കണു. എന്താണ് അതിന്റെ വചനം? ലൂക്ക 8 വെതക്കാരന്റെ ഉപമ കണ്ടോ? മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകൾ, സുഖലോലുപത, ദ്രവ്യാസക്തി അതിനെ ഞെരുക്കുന്നു. മുള്ളുകൾക്കിടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിൽ ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നില്ല. അഭിഷേകമുണ്ട്, വചനവുമുണ്ട്, പക്ഷെ വചനത്തെ ഞെരുക്കുന്ന വേറൊരു സംഭവമുണ്ട്. മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് വചനത്തെ ഞെരുക്കുന്നു. മുള്ളുകൾക്കിടയിൽ വീണ വിത്തിന്റെ എന്താണ് വചനത്തെ ഞെരുക്കുന്നത്? നമ്മൾക്ക് ദൈവം തന്നെ തന്ന സമ്പത്ത്. എന്തുകൊണ്ടാണ് ഞെരുക്കണം? അത് എന്റെ സമ്പത്താണ്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഞാൻ അതുപയോഗിച്ച് സുഖലോലുപതയിൽ ജീവിക്കാം, ഞാൻ അതുപയോഗിച്ച് ലോകത്തിൻ്റെതായ വസ്തുവകകൾ സ്വന്തമാക്കാം. അപ്പോ ഈ ദൈവം തന്ന സമ്പത്ത് കൊണ്ട് തന്നെ ദൈവം തന്ന വചനത്തെ ഞെരുക്കുന്നു. വചനം മുളയ്ക്കുന്നില്ല, വചനം അഭിഷേകമാവുന്നില്ല, വചനം ഫലം പുറപ്പെടുവിക്കുന്നില്ല. കണ്ടോ? ഇപ്പൊ ഈ ഒരു വാക്ക് സമ്പത്ത് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകൾ വചനം കേൾക്കുന്നെങ്കിലും സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഇപ്പൊ ഈ വചനം അനുസരിച്ച് നോക്കിയേ, ഇന്നത്തെ ലോക വ്യവസ്ഥിതി വേറെ ആരും ലോകത്തിന്റെ അല്ല, കത്തോലിക്ക സഭയെക്കുറിച്ചല്ല, കത്തോലിക്ക വിശ്വാസികളുടെ അവസ്ഥയിൽ നമ്മൾ ഇതിലെ ഈ ഒരു ട്രാപ്പിലാണോ അല്ലയോ? നമ്മളെല്ലാം വചനം സ്വീകരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരെ സംബന്ധിച്ച് തന്നെ നോക്കൂ. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയല്ല. നമ്മളെന്തോ കണ്ടെത്തിയമാതിരി ഇപ്പൊ തോന്നുന്നില്ലേ? നമ്മളെ ഒരു ദിവസം കുർബാന കണ്ടില്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ്. ഒന്നും ഉണ്ടാകാൻ പോണില്ല. കുർബാന നിത്യതയ്ക്കുള്ള കുർബാനയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലേ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഈ അർപ്പിച്ച ബലിയിൽ നിന്ന് നമ്മൾ എന്ത് കിട്ടി? എല്ലാ ദിവസവും ബലി അർപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? എല്ലാ ദിവസവും അർപ്പിച്ച ബലിയിൽ കിട്ടിയ ആ നിധിയെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ആ വചനത്തെ. അപ്പോ ഇപ്പൊ ടി വിയിൽ കുർബാന കാണുന്നു,
ടി വിയിൽ കുർബാന കാണുമ്പോഴും ആ വചനത്തെ ഇപ്പോഴെങ്കിലും ടി വിയിലല്ലേ കാണുന്നു, സമയം ഇഷ്ടം പോലെ ഇട്ടല്ലോ. അതുകൊണ്ട് വചനപ്രഘോഷണം ഉണ്ടോ? വചനപ്രഘോഷണം ഉണ്ടെങ്കിൽ തന്നെ ആ വചനത്തിന്റെ അന്തരാർത്ഥത്തിലേക്ക് പോകുന്നുണ്ടോ? നമ്മൾ ആ കുർബാന കണ്ടു എന്നുള്ള കടമ നിർവഹിച്ചു. കുർബാന കണ്ടു. ഒരിക്കലൊരു പ്രൊട്ടസ്റ്റന്റുകാരൻ പറഞ്ഞു, നിങ്ങൾ ബൈബിളിലൊന്നും വലിയ കാര്യം കാണിക്കണില്ല, നിങ്ങൾക്ക് കുർബാനയാണ്. ഞാൻ പറഞ്ഞു, കുർബാന എന്ന് പറഞ്ഞ എന്താ? കുർബാന ഓരോ കുർബാനയിലും മുഴുവൻ ബൈബിളുമാണ്. അപ്പൊ അവനത് മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞ്, അതത്ര എളുപ്പം മനസ്സിലാവണ കാര്യമല്ല സാറേ, അതത്ര എളുപ്പം മനസ്സിലാവണ കാര്യമല്ല. വിശുദ്ധ കുർബാനയിലെ സുവിശേഷ വായനയിൽ മാത്രമല്ല, വിശുദ്ധ കുർബാനയിലുള്ള ഓരോ പ്രാർത്ഥനകളും ബൈബിളിലെ ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ ആഴമായ അർത്ഥത്തിലാണ്. അതെല്ലാം മുഴുവനും ഈശോ പറഞ്ഞിരിക്കുന്ന വചനമാണ്. കുർബാന ആരംഭിക്കുന്നത് തന്നെ നോക്കൂ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ. കണ്ടോ, എന്ത് കൽപ്പനയാണ് അരുളിയത്? മോശ നൽകിയ സീനായ് മലയുടെ മുകളിൽ നൽകിയ കൽപ്പനയാണോ? അന്നാ സീനായ് മല മുകളിൽ മോശ നൽകിയ കൽപ്പന പോലെ പറഞ്ഞിട്ടാണോ കുർബാന ആരംഭിക്കണേ? അന്നാ പെസഹ തിരുനാളിൽ അതാണ് പ്രധാനമായിട്ട്. എന്താ കൽപ്പന? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. കണ്ടോ, കുർബാന ആരംഭിക്കുന്നത് തന്നെ ഈശോയുടെ മരണമൊഴിയാണ്. ഈശോ കൽപ്പന നൽകിയത് താൻ മരിക്കുന്നതിന് തൊട്ട് മുൻപാണ്. ഇനി ഒറ്റ കൽപ്പനയേ ഉള്ളൂ. എല്ലാ കൽപ്പനകളും ഒരു കൽപ്പനയിൽ സാംശീകരിച്ചിരിക്കുന്നു. ഒറ്റ കൽപ്പന, ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. ആരെയാ ഞാൻ സ്നേഹിച്ചത്? എന്നെ സ്നേഹിക്കുന്നവരെയാണോ സ്നേഹിച്ചത്? എന്നെ സ്നേഹിക്കുന്നവരെ തീർച്ചയായിട്ടും സ്നേഹിക്കും. പക്ഷേ എന്നെ വെറുക്കുന്നവരെ, എന്നെ പീഡിപ്പിക്കുന്നവരെ, എന്നെ ക്രൂശിക്കുന്നവരെ, എൻ്റെ ചങ്കിന് കുത്തിയവരെ, എൻ്റെ കയ്യിൽ ആണിയടിച്ചവരെ, എന്നെ ചാട്ടവാറ അടിച്ചവരെ, എന്നെ വലിച്ചിഴച്ച് നഗ്നനാക്കിയവരെ ഞാൻ സ്നേഹിച്ചു. അവരോട് ഞാൻ അനുരഞ്ജിച്ചു, അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇത് മാത്രം ഒന്ന് ചിന്തിച്ചുകൊണ്ട് ബലിയർപ്പിക്കാൻ പോവുക. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ. ഈ മനോഭാവത്തെ ഉൾക്കൊള്ളാമോ? ഈ മനോഭാവത്തിനെതിരാണ് എങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തു നമ്മൾക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ രഹസ്യം ക്രിസ്തുവിന്റെ വചനമാണ്. ആ വചനത്തിൽ നിന്ന് തന്നെയാണ് വിശുദ്ധ കുർബാന ഉണ്ടാകുന്നത്. ആ വചനമാണ് ഈ അപ്പത്തിനോട് പറയുന്നത്, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് ഉള്ള വചനം പറഞ്ഞപ്പോൾ ഈ ഗോതമ്പപ്പം എന്തായി മാറി? ശരീരമായി മാറി. ഒന്നാലോചിച്ച് നോക്കിയ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആ ശക്തി. വൈദികൻ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? കുർബാനയിൽ ഈ പോയിന്റിനെ കേന്ദ്രീകരിക്കണം. ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഗോതമ്പപ്പം യേശുവിൻ്റെ ശരീരമായി. എന്തുകൊണ്ട്? അതാണ് വചനം. നമുക്കിപ്പോ നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ നമ്മൾ എന്താ കേട്ടത്? ഈ സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോ നൽകിയ ഡോക്ട്രിൻ, ഈശോ നൽകിയ വചനത്തിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. ഒരിക്കലും തീരാത്ത സമ്പത്താണത്. അത് ഇപ്പോൾ ഈ അവസാനം വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇത് പഴയ നിയമത്തിലെ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പഴയ നിയമം മാത്രം പറഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിക്കണവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതെന്തോ ഒരു ചടങ്ങ് നടത്തി, അത് കഴിഞ്ഞ് ഉടനെ വീണ്ടും വാളും വടിയും എടുത്തുകൊണ്ട് മനുഷ്യരുടെ പുറകെ പോകണമെന്ന് പറഞ്ഞ സിദ്ധാന്തമാണ്. കാരണം കുർബാനയിൽ ഈശോ തുടങ്ങിയിരിക്കുന്നത് നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് പറയുന്നത്. പക്ഷെ ആ ശത്രുവിനെ എതിർക്കണം, ആ ശത്രുവിനെ എതിർക്കണം എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധം വിട്ടു. നമ്മൾ അപ്പോഴേ വിട്ടു. നമ്മൾ പിന്നെ വാസ്തവത്തിൽ ക്രിസ്ത്യാനിയല്ല, നമ്മളൊരു രാഷ്ട്രീയക്കാരനായി മാറി. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം? അങ്ങനെയുള്ള രാഷ്ട്രീയത്തിന്റെ സിദ്ധാന്തമല്ല യേശു കൊണ്ടുവന്നിരിക്കുന്നത്. യേശു കൊണ്ടുവന്നിരിക്കുന്ന സിദ്ധാന്തത്തിന്റെ സമ്പത്ത് മനസ്സിലാക്കൂ. ദുഷ്ടനെ പോലും മിത്രമാക്കാം, ശത്രുവിനെ മിത്രമാക്കുന്ന ഒരു വിദ്യയാണ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്. ശത്രുവിനെ മിത്രമാക്കുന്നത്. ഇത് മനസ്സിലായാൽ മാത്രമേ
ഈ സമ്പത്ത് മനസ്സിലാകുള്ളൂ. യേശുവിന്റെ വചനത്തിലൂടെ ഈ ശത്രുവിനെ മിത്രമാക്കാൻ പറ്റും. അതൊന്ന് സ്വീകരിക്കുക. അതുകൊണ്ട് നാളെ കുർബാന അർപ്പിക്കുമ്പോൾ TV-യിലൂടെ കുർബാന കണ്ടാലും നിങ്ങൾ അതിന് മുൻപ് ആദ്യത്തെ വരി തന്നെ പാടുന്നതിന് മുൻപ് ഈ മനോഭാവത്തിലേക്ക് വരിക. നമുക്ക് എല്ലാവരും മിത്രമാണ്, എല്ലാവരും യേശുവിന്റെ സഹോദരരാണ് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഈശോയുടെ സിദ്ധാന്തത്തെ സ്വീകരിക്കാം. നമ്മളോട് പൈസ കടം ചോദിക്കുന്നവനും നമ്മളോട് പണം ചോദിക്കുന്നവനും എല്ലാം ഈശോയുടെ സഹോദരരാണ്. നമ്മുടെ സമ്പത്തും നമുക്കുള്ളതെല്ലാം ഈശോ നമുക്ക് തന്നിട്ടുള്ളതാണ്. നമുക്ക് ഹൃദയത്തിൽ ഈ ആശയങ്ങളൊന്ന് സ്വീകരിക്കാം. ഈശോയുടെ വചനം, ഇതിൽ അടങ്ങിയിരിക്കുന്ന സൈദ്ധാന്തികത, ദ ഡോക്ട്രൈനൽ ആസ്പെക്ട്, അത് വെറും പഠിപ്പിക്കാനല്ല, അത് ജീവിതത്തിൽ വിപ്ലവാത്മകരമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ സമ്പത്ത് നമ്മുടേതാണോ ദൈവത്തിൻ്റെതാണോ? നമ്മളിവിടുന്ന് കൊണ്ടുപോകോ? ഇതെല്ലാം ഒറ്റ വാക്കിൽ മനസ്സിലാക്കുക. ദൈവമേ, ഇതൊന്നും എൻ്റേതല്ല, ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഈ ഭൂമിയിൽ, ഞാനൊന്നും കൊണ്ടുപോകുന്നുമില്ല. അതാണ് ഒരു വശം. മറുവശം ഈശോയുടെ സിദ്ധാന്തത്തിൽ, ഈശോയുടെ വചനത്തിലെ ശക്തി ശത്രുവിനെ മിത്രമാക്കാവുന്ന ശക്തിയാണ്. ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുർബാന അർപ്പിക്കുന്നത്. ഇനി അതിനെതിരായിട്ട് ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ, നമ്മൾ കേട്ടു ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചത്, ബലിയർപ്പണത്തിന് മുൻപ് നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചോളൂ, ആ ബലി അർപ്പിക്കാതിരിക്കാൻ നല്ലത്. അപ്പോ വിരോധം കുത്തിവെക്കുന്ന സിദ്ധാന്തങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ബലി അർപ്പിക്കുന്നവർക്ക് എന്ത് പ്രയോജനം? ബിഷപ്പാകാം, വൈദികനാകാം, സാധാരണക്കാരാകാം. അവര് ബലി അർപ്പിക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ക്രിസ്തു കേന്ദ്രീകൃതത്വം വരട്ടെ. മനുഷ്യരെ, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ബലിയാണ്. ബലിയുടെ ആദ്യ വാക്കിതാണ്, അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോലെ. പ്രൈസ് ദി ലോർഡ്.